നിനക്ക് എന്നാടി പറ്റിയേ? ഒന്നും കഴിച്ചില്ലായിരുന്നോ? ആ എടി ഇവക്കൊന്നും കൊടുത്തില്ലായിരുന്നോടി? അതൊക്കെ കൊടുത്തതാ. ചേട്ടാ വന്ന് കഴിക്ക് വാ. എന്നിട്ട് പിന്നെ എന്നാ ഒരു ആട്ടം പോലെ? ചമ്മന്തി ഇല്ലടി? എന്നാ പറ്റിയ അമ്മച്ചി? ഭയങ്കര പുളിയാന്നല്ലോ ഇതിന്. പുളിയുണ്ടോ? അയ്യോ നേരാ, ഞങ്ങള് കഴിച്ചപ്പോ അങ്ങനെ തോന്നിയില്ലായിരുന്നു ഇല്ലേടി? എന്റെ ഏടത്തിയമ്മ എന്തായാലും ബുദ്ധിമുട്ടും അടുക്കളയില്. അത് കൊള്ളാം. ആ ബ്രോക്കർ സ്റ്റീഫൻ വന്നിരുന്നു. എന്നിട്ട് എന്നാ പറഞ്ഞു? അവർക്ക് മറ്റു കാര്യങ്ങളിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. മുമ്പ് വന്ന ആലോചന പോലെ തന്നെ അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ അറിയുമ്പോൾ ഉള്ള ഒരു ഇഷ്ടക്കേട്. ഈ ജീവിച്ചിരിക്കുന്നവരെങ്ങനെയാന്ന് നോക്കണ്ട് മരിച്ചവരുടെ ഗുണദോഷങ്ങൾ നോക്കുന്ന ഒരാള് എന്റെ പെങ്ങൾക്ക് വേണ്ട. ഇതെന്നാ കഷ്ടം? എന്റെ അച്ഛൻ മാത്രമാണ് ഇവിടെ ആത്മഹത്യ ചെയ്തേക്കുന്നത്. ആത്മഹത്യ അല്ലെങ്കിൽ ജാതദോഷം എന്നെങ്കിലും പറഞ്ഞിട്ട് വരും. എത്ര തലമുറയ്ക്ക് ഇരുന്നുണ്ടാനുള്ള വകയാ ദൂർത്തടിച്ച് കളഞ്ഞേ. അവസാനം കടക്കാര് വന്നപ്പോ മക്കളെ കുറിച്ച് പോലും ആലോചിക്കാതെ. അതുകൊണ്ടല്ലേ പുലർച്ചെ കോഴി കൂവുന്നത് മുതൽ പാതിരാത്രി വരെ നീ ഇങ്ങനെ വിശ്രമമില്ലാതെ ഓടുന്നത്? അമ്മ എന്നാ അതിനെ തൊട്ടതിനെ പിടിച്ചെനിക്ക് അച്ഛനെ കുറ്റം പറയുന്നേ? അച്ഛനുണ്ടാക്കിയ കടമൊക്കെ ഞാൻ വീട്ടിക്കോളാം. എന്നാൽ ലോൺ കറക്റ്റ് സമയത്ത് പാസ്സായിരുന്നെങ്കിൽ അച്ഛനൊന്നും ഉണ്ടായേനെ. അമ്മ, സെക്രട്ടേറിയറ്റിന്റെ റാങ്ക് ലിസ്റ്റിൽ പേര് വരുമ്പോൾ എൻ്റെ പേരുണ്ടാവുന്ന കാര്യം ഉറപ്പാ. അതോടുകൂടി ഒരു ലോൺ എടുത്ത് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാന്നേ. രാമൻ ചേട്ടേ എന്നാ ഉണ്ട്? ഒരു രജിസ്റ്റേർഡ് ഉണ്ട് പ്രിയ. എംപ്ലോയ്മെന്റ് ചായ കുടിച്ചായിരുന്നു? ഞാനവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാവുമ്പോ പറഞ്ഞതേ. അമ്മ എനിക്ക് ജോലി കിട്ടിയമ്മ. താലൂക്ക് ഓഫീസിലാ, താൽക്കാലിക വേക്കൻസി. ബാക്കിയുള്ളതിനെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങോട്ട് തന്നേക്കു സാർ. ഇത് എന്നാ അഴുക്കാന്ന്? ഇതൊന്നും നമ്മുടെ ആരും ശ്രദ്ധിക്കുന്നില്ലയോ? വട്ടനാണെന്ന് തോന്നുന്നു. അതെ അതെ, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും സർക്കാർ ഓഫീസ് വൃത്തിയാക്കുവോ? ഇങ്ങോട്ടിറങ്ങി പാടൂ. സാറിന് കരുതി നിന്നോണേ. ഞാൻ മോളിൽ കണ്ടില്ലായിരുന്നു കേട്ടോ. അതൊക്കെ പൊടിയായിരുന്നു. എന്താ ഇത്? സോറി. ഇത് ആരാന്നറിയാവോ? തഹസിൽദാരാണ്, തഹസിൽദാർ. ആണോ? അയ്യോ എനിക്ക് സാറേ ഒരു മിനിറ്റ് കേട്ടോ. ബോംബാണോ? പൊട്ടുമ്പോ അറിയാം. അപ്പോയിന്റ്മെന്റ് ഓർഡറാ. എംപ്ലോയ്മെന്റ് വേക്കൻസിയിൽ വന്നതാ. പ്രിയദർശൻ എന്നാ പേര്. പ്രിയെന്ന് എല്ലാവരും വിളിക്കുന്നത്. തോന്നക്കാടാ കേട്ടോ സ്ഥലം. രാവിലെ 6 മണിക്ക് തന്നെ സെൻട്രൽ സ്റ്റേഷനിൽ വന്നായിരുന്നു. അവിടെ വെച്ചാൽ വല്യപ്പം ഗുളിയൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ അഡ്രസ്സ് തപ്പി പിടിച്ച് നേരെ ഇങ്ങ് പോകും. അതൊക്കെ ശരി. താൻ എന്തിനാ ഇതിന്റെ മോളി വലിഞ്ഞു കയറിയത്? അത് ഈ സാറേ ഈ വീടും നമുക്ക് വൃത്തിയായിട്ട് ഇടുന്ന ഞങ്ങൾ തോന്നക്കാടുകാർക്ക് സഹിക്കല. അവിടെ ഓഫീസിന്റെ അവിടെ ഒക്കെ ഭയങ്കര കാടും പടലും വരുന്നേ. കുറെയൊക്കെ ഞാൻ വെട്ടി തെളിച്ചു. സാറേ പാമ്പൊക്കെ ഉണ്ടായിരുന്നേ. അത് വല്ല അണലിയായിരിക്കും, ഒന്നും ചെയ്യില്ലല്ലോ. സാറേ അതെ അവിടെ ഈ ഓഫീസിന്റെ ഫ്രണ്ടിലൊക്കെ ചുമ്മാ ഇങ്ങനെ കീറി സ്റ്റിക്കറെ കൊണ്ട് ഓടിക്കാം. ഇതിപ്പോ സാറോ ഇവിടുത്തെ സ്റ്റാഫ് ആരെങ്കിലും കീറി കളഞ്ഞാൽ മതിയല്ലോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. 15 വർഷമായിട്ടുള്ള ശീലമാണ്. ആണ്ടെ ഇപ്പോ ഷീറ്റ് അടിക്കുന്ന സമയം. നിന്നെ പോലെ ഒരാളെയാണ് എനിക്ക് ആവശ്യം. നീ വാ. പേര് മതി നടത്തിച്ചത്. ഏഴാമത്തെ 12ാമത്തെ സീനുകൾ ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. അച്ഛൻ ഒന്ന് കേൾക്കണം. സീനുകൾക്ക് മാറ്റമുണ്ടെന്നല്ലാതെ തന്റെ കഥയിൽ ജീവിതമില്ല, ചിന്തയില്ല. ഒരാൾക്ക് ഉള്ളതല്ലേ ഉൾപ്പെടുത്താൻ പറ്റും. ഇന്റർവ്യൂ വരെ അച്ഛനെ ഒന്ന് കേട്ടു. ഇതെന്നാ കഷ്ടമാ എന്റെ കർത്താവ്. ഇവിടെ വൈശാഖന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. താനിത് മറ്റേതെങ്കിലും പ്രൊഡ്യൂസർക്ക് കൊടുക്കുക. അവരും കൂടെ ഒന്ന് അനുഭവിക്കട്ടെ. എന്നതാടോ അച്ചായ, ഞാൻ ഈ പടത്തിന് വേണ്ടി ലീവ് എടുത്ത് നിൽക്കുക. ഞാൻ ഒരു നല്ല പടത്തിന് വേണ്ടി കാത്തിരിക്കുക.
5 or 10 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഒരു തല്ലിപ്പൊളി കഥയ്ക്ക് ഞാൻ തലവെച്ച് കൊടുക്കുകയല്ല. ദൈവം ഇതിന് കഥ പറയാൻ എൻ്റെ അടുത്ത് വരരുത്. വിശക്കുന്നേ വല്ലതും കഴിച്ചേച്ചു പോ. ഓ, ആ, വിട്ടോ, വിട്ടോ. അച്ചായ അച്ഛാ എന്റെ കൈ അച്ചായ പ്ലീസ് അച്ചായ അച്ചായ പോകല്ലേ അച്ചായ അച്ചായ പ്ലീസ് ആരാ ആരാ അങ്ങനെ അങ്ങ് പോയാലോ? ഈ നിൽക്കുന്ന വൈശാഖ സാർ ആരാണെന്നറിയാവോ? മിണ്ടരുത് അച്ചായ, ഇതൊരു വട്ട് കേസാ, പെട്ടെന്ന് വിട്ടോ. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീടിന് പുറത്ത് വന്ന് അഭ്യാസം കാണിക്കരുത്. പോടോ. എന്ത് കൂവാ? അതെ സാറിനൊരു പ്രശ്നം വരുന്നിടത്തൊക്കെ ഞാൻ വരണ്ടേ? ഒന്ന് പോടോ. അങ്ങോട്ടല്ല സാറേ, നമുക്കൊരു കാര്യം ചെയ്താലോ? ബുദ്ധി ഉറയ്ക്കാത്ത മറ്റേതെങ്കിലും നിർമ്മാതാവിനോട് ഈ കഥ പറഞ്ഞാലോ? വേണ്ട. എടാ അച്ഛ എന്റെ കയ്യിൽ സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് മനുഷ്യത്വമുണ്ട്. എന്തായാലും അച്ഛൻ വിചാരിച്ചാലേ ഞാൻ രക്ഷപ്പെടും. നിർത്തന്റെ പ്രിയദർശന പിള്ളേ. വൈശാഖ സാറ് യുഗാന്തരങ്ങളായിട്ട് അനക്കാതെ വെച്ചിരുന്ന അമൂല്യ നിധികളാവാ. സൂക്ഷിച്ചു നിക്കണേ, പാമ്പുലിയൊക്കെ കാണും അവിടെ. പറയുമ്പോ വിഷമം തോന്നരുത് കേട്ടോ, നിങ്ങളൊക്കെ സമ്മതിക്കണം. ഓരോരുത്തർ തന്ന അപേക്ഷകളാന്നേ ഇതുപോലെ കെട്ടിക്കിടക്കുന്നത്. ഇന്നത്തെ ഉച്ചറക്കം പോയി. എന്റെ നാട്ടിലെ ഒരാൾ ആത്മഹത്യ ചെയ്തു, ഒരു സദാശിവം പിള്ള. കാരണം എന്നാന്നറിയോ? പ്രതീക്ഷിച്ച സമയത്ത് കാർഷിക ലോൺ പാസ്സായില്ല. ആണ്ടെ പല്ലിമുട്ട സൂക്ഷിക്കണം, പാമ്പിന്റെ മുട്ടയെ കാണും. അപ്പോ സദാശിവം പിള്ള ആത്മഹത്യ ചെയ്തു. കടക്കാരെല്ലാം കൂടി വീട് വളയുന്നായപ്പോഴാ പുള്ളിക്കാരൻ കയറെടുക്കേണ്ടി വന്നതേ. ഇതുപോലൊരു ഓഫീസില് ഇതുപോലെ ഫയലൊക്കെ കെട്ടി വെച്ചിരുന്നോണ്ടാ പുള്ളി ആത്മഹത്യ ചെയ്തതേ. എന്ന് വെച്ച ഒരു ക്ലാർക്ക് വിചാരിച്ച ഒരാളെ കൊല്ലാനും ഒരു കുടുംബത്തെ വഴിയാധാരാക്കാനൊക്കെ പറ്റും, ഇല്ലയോ സാറേ? പിന്നെ ഈ പറഞ്ഞ സദാശിവം പിള്ള എൻ്റെ അച്ഛനാ കേട്ടോ. എന്താണോ ഇത്? വന്നപാടെ ജോലി അങ്ങ് തുടങ്ങിയായിരുന്നു. 218 പെൻഡിങ് ഫയൽ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി രജിസ്റ്റർ ചേർത്തായിരുന്നു. അപ്പോ ഈ സെക്ഷനിൽ ഇത്രയും ജോലി ഉണ്ടായിരുന്നുള്ളൂ. എന്തേ ഇത്രയും പോലെ? ഇതിപ്പോ 2-3 ദിവസത്തിനുള്ളിൽ തീരത്തില്ലയോ? എല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. സാധാരണ എല്ലാവർക്കും ആദ്യമേ ഒരു ട്രെയിനിങ് വേണം. നീ എവിടുന്ന ഈ ഫയലൊക്കെ കൈകാര്യം പഠിച്ചത്? അത് രാവിലെ റബ്ബർ വെട്ടും ഷീറ്റ് അടിക്കലൊക്കെ കഴിഞ്ഞാൽ ട്രക്കർ ഓടിക്കാൻ പോകും. എടാടാ, നിന്റെ വർത്തമാനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും വലിച്ചു നീട്ടാതെ ഒന്ന് ചുരുക്കി പറയാവോ? സിറ്റിക്കാരെല്ലാരും ഇങ്ങനെ വാ തുറന്ന് വർത്താനൊന്നും പറയുകയില്ല. ആരെങ്കിലും വർത്താനം പറഞ്ഞു തുടങ്ങിയ കേൾക്കാനുള്ള ക്ഷമയും കാണിക്കാനോ? അതിനും വിശദീകരണം. നീ നിന്റെ സ്റ്റൈലിൽ തന്നെ സംസാരിച്ചു. ട്രക്കർ ഓടിച്ചു കഴിഞ്ഞിട്ട് മാർക്കറ്റിലെ പണയും കൂടി കഴിയുമ്പോഴത്തേക്കും 4 മണിയാവും. 4 മണി മുതൽ 6 മണി വരെ സൊസൈറ്റിയിലാണ്. അവിടെ ഓഫീസിൽ സുബ്രഹ്മണ്യൻ സാറിനെ സഹായിക്കും. സുബ്രഹ്മണ്യൻ സാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാനേജറാണ്. മനസ്സിലായി. അപ്പോ അദ്ദേഹത്തെ സഹായിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ശമ്പളമൊക്കെ കിട്ടുവേ. ശമ്പളം എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സാറിനെ സഹായിക്കും. അവിടുന്ന് കണ്ടിരിക്കും. അവിടെ ഇതൊക്കെ പഠിച്ചേ. ഇത്രയും ചെയ്യുന്നതിനാലും സർക്കാർ ഇത്രയും ശമ്പളമൊക്കെ തരുന്നത്. മതി അതൊക്കെ പോട്ടെ. നിന്റെ താമസം എന്തായി? താമസം സ്വാതി ലോഡ്ജിന് നമ്മുടെ ഡ്രൈവർ വാസുവേട്ടനാ ശരിയാക്കി തന്നെ. അവിടെ താമസിക്കുന്ന ഒരാളുണ്ട് കേട്ടോ, ഭയങ്കര. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, നീ ചെല്ല. പിന്നെ പറയാ. ബോറടിച്ചായിരുന്നോ? ഇല്ല.